നമുക്ക് കറുമുറൊക്കെ അടിക്കാൻ പറ്റണ ഒരു വട ഉണ്ടാക്കിയാലോ? കണ്ടു കഴിഞ്ഞാൽ ഉഴുന്നുവട പോലെ ഉണ്ട് അല്ലേ? നല്ലത് ഉഴുന്നുവടയല്ല കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്. വളരെ രുചികരമായ രീതിയിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴയത്ത് ഈ കറുമുറ സാധനങ്ങളൊക്കെ കടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ, എല്ലാം ചായയൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. സന്ധ്യയ്ക്ക് എന്താ ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു പ്ലാനാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. മഴ പെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഇഡ്ഡലി മാവ് എടുത്തു, 2-3 തവി ഇഡ്ഡലി മാവ് എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി തട്ടിക്കൂട്ടി സാധനങ്ങളൊക്കെ ചേർത്തു. എന്താ വെച്ചാൽ കുറച്ച് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ചേർത്തു. അതിന് ശേഷം പച്ചമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഞാനൊരു ഉള്ളിയും ഒരു വലിയ സബോള, അത് ചുവന്നുള്ളി വെച്ചാൽ ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. കൂട്ടത്തിൽ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അമർത്തിക്കോളൂ. കാരണം ഇത് അവിയൽ പരുവത്തിൽ പല വിഭവങ്ങളുള്ളതാണ്. ഈ കാണുന്നത് ഞാൻ ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ച് ജീരകം, ഇതാണ് ബ്രെഡ് പൊടിച്ചെടുത്താണ്. ഒരു ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ് നമ്മുടെ സാധാരണ ബ്രെഡ്. പിന്നെ ഞാൻ ചേർത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ അതായത് ഇപ്പോഴും വടയാക്കാൻ പറ്റില്ല, ഇങ്ങനെ കോരി വെച്ചാൽ ക്രിസ്പി ആയി കിട്ടില്ല. അപ്പം ഞാൻ അതിലേക്ക് ഒരു സൂത്രം കൂടിയും ചേർക്കുന്നുണ്ട്. കുറച്ച് റവയും കുറച്ച് കടലമാവും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമല്ലേ. എന്താ വെച്ചാൽ ഇതിൽ പല വിഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ട ടിപ്സ് ഉണ്ട്, പലതരം ടിപ്സ് കാണാം. പിന്നെ കഥ കാണാം, കവിത കാണാം, എല്ലാം കാണും. അതുകൊണ്ടാണ് ഇനി ഞാൻ അവിയലിന് പേരിട്ടുണ്ട്. അപ്പോൾ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതാ നമ്മുടെ മാവ് നല്ലപോലെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വടക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിലാവണം. അതിനുവേണ്ടി ഞാൻ കുറച്ചും കൂടി റവ ചേർക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ അത് ആയി വരുമ്പോൾ നമുക്ക് പിന്നെ ചേർക്കേണ്ടത് എന്താ? പിന്നെ നമുക്ക് ഒരു 2 സ്പൂൺ കൈപ്പുണ്യവും 2 സ്പൂൺ സ്നേഹവും, എന്നിട്ട് അതങ്ങോട്ട് വറുത്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഉഴുന്നോടേക്കാളും ഉഗ്രൻ ടേസ്റ്റ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. പിന്നെ എരിവ് പോരെന്ന് തോന്നിയപ്പോൾ ഒരു ലേശം കൂടി മുളക് പൊടിച്ചത്, കുത്തിപ്പൊടിച്ചത്, അതായത് ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് ഇവിടെ അടുത്തുള്ള ഒരു ഇതിൽ വെന്ത വെളിച്ചെണ്ണയായിട്ട് കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണയാണിത്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വറുക്കാമെന്ന് നോക്കാം. ഇതേപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്പൂണിൽ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഹോൾ പോലെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഈ ഹോളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സ്വാദിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയും ഹോളിട്ട് എടുക്കാൻ കണ്ടു. ഞാൻ ഇടുന്നതിനൊപ്പം ഒരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ആദ്യമേ നമ്മളിങ്ങനെ ഇത്തിരി പരത്തി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഇതെല്ലാവരും ചൂടോടുകൂടി വറുക്കുക. ഇങ്ങനെ 2 മറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് ഇങ്ങനെ നല്ല ബ്രൗൺ കളറിൽ ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ വറുത്തെടുക്കുക. മുറ കടിക്കുക. ചായ വേണമെന്നുള്ളൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കുക. എന്നിട്ട് ഇതായിട്ട് കഴിക്കുക തന്നെ. അപ്പോൾ വിവരങ്ങളെല്ലാവരും എന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ പലതരം പനികളുടെയും കാലമാണ്. നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മളതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. കഴിയുന്നതും വീട്ടുഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ
ലൈക്കും കമൻറ്റും തരാൻ മറക്കില്ല എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വിഭവങ്ങളുമായിട്ട്, അതായത് പാട്ട്, കവിത, കഥ ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു അവിയലാണ് എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് എനിക്ക് മുന്നോട്ടുള്ള കരുത്ത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് വിവരങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സുഖം നേർന്നുകൊണ്ട് ഇനിയും ഇതുപോലെ ചില വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്താൻ എൻ്റെ ആരോഗ്യം എന്നെ അനുവദിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹം ഇവിടെ പറയുന്നു. നിങ്ങളുടെ അമ്മു എം കോങ്ങാട്ടിൽ.